അവള് കരച്ചില് തന്നെയാ. കുടുംബത്ത് കലഹം ഉണ്ടാക്കിയിട്ട് ഈ കല്യാണം നടത്തണ്ടെന്നാ പറയണേ. ഒറ്റ വീക്കാൻ വെക്കും. കുടുംബത്തെ കാര്യമൊന്നും നീ നോക്കണ്ട. നീ നിന്റെ കുടുംബം ഉണ്ടാവുമ്പോ നോക്കിയാ മതി. വല്യേട്ടനെ എല്ലാരും ഒറ്റപ്പെടുത്തും. വല്യേട്ടനെ എല്ലാവർക്കും ഒറ്റപ്പെടുത്താം. പക്ഷെ വല്യേട്ടൻ ഒറ്റപ്പെടാൻ വയ്യല്ലോ. അതല്ലേ വല്യേട്ടന്റെ കുറുക്ക്. എല്ലാം ഉണ്ട്. പക്ഷെ 50 പവനില്ല. എന്ന് വെച്ച് കല്യാണം നടക്കാണ്ടിരിക്കാൻ പോണില്ല. നിനക്ക് അത്യാവശ്യമുള്ള പൊന്നുണ്ട്. ബാക്കി പൊന്നിന്റെ സമാധാനം ഏട്ടൻ ചെയ്തു. ദാ പോരെ. ആ ഇനി പ്രതിക്കൂട്ടി കയറാം. വിസ്തരിക്കാം. വക്കീലിനോ ജഡ്ജിക്കോ ആർക്ക് വേണം വിസ്തരിക്കാം. ഏട്ടനെന്താ പരിഹസിക്കാണോ? ഞങ്ങളോട് ആലോചിക്കാതെ ഏട്ടൻ ചെയ്യണമൊന്നും ശരിയല്ല. ഞാൻ എന്ത് ചെയ്തു? എല്ലാവരോടും ആലോചിച്ച് തന്നെ അവളുടെ കല്യാണം തീരുമാനിച്ചത്. ഒടുവിൽ നീ എന്ത് ചെയ്തു? എന്നെ വഞ്ചിച്ചു. ഇനിയും ഞാൻ ചെയ്യുന്നോ നിന്നോട് ആലോചിക്കണോ? ആഹാരം ബാധ്യതപ്പെടുത്തി പണം വാങ്ങിയില്ലേ? അതെന്നോട് ആലോചിച്ചോ? എല്ലാവരോടും വഞ്ചന. നിങ്ങളെ